5 സംഖ്യകളുടെ ശരാശരി 20ആണ്. ഇതിൽ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 23 കിട്ടി. ഒഴിവാക്കിയ സംഖ്യ ഏത്? ഇവിടെ നമുക്കറിയാം ശരാശരി കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താ? ശരാശരി ഈക്വൽ ടു തുക ബൈ എണ്ണമാണ്. നമുക്കറിയാം തുക ഡിവൈഡഡ് ബൈ എണ്ണം. അതാണ് ശരാശരി കണ്ടുപിടിക്കേണ്ട ഫോർമുല. ഇവിടെ പറയുന്നുണ്ട് 5 സംഖ്യകളുടെ ശരാശരി 20 എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്കിവിടെ എണ്ണവും തന്നിട്ടുണ്ട്, ശരാശരി തന്നിട്ടുണ്ട്. എങ്കിൽ നമുക്ക് തുക കണ്ടുപിടിച്ചൂടെ? എങ്കിൽ നമുക്ക് 5 സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാം. എങ്ങനെ? ഈ ശരാശരി കൂടെ എണ്ണം ചെയ്താൽ പോരെ. അപ്പോൾ 5 ഗുണം 20, 5 ഗുണം 20 എത്രയാണ്? 100. അതായത് നമുക്കിവിടെ 5 സംഖ്യകളുടെ തുക 100 എന്ന് കിട്ടി. ഇനി പറയുന്നുണ്ട് ഇതിൽ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 23 കിട്ടി. ഇവിടെ 5 സംഖ്യയിൽ നിന്നും ഒരു സംഖ്യ ഒഴിവാക്കി, അപ്പോൾ 4 സംഖ്യയായി. ആ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി എത്രയായി? 23 ആയി. അങ്ങനെയാണെങ്കിൽ ആ എണ്ണം ഇൻറ്റു ശരാശരിയായി 23 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4 സംഖ്യകളുടെ തുക കിട്ടത്തില്ലേ? 4 ഗുണം 23 എത്രയാണ്? 92. ഇവിടെ നമുക്ക് 5 സംഖ്യകളുടെ തുക 100 എന്ന് കിട്ടി, 4 സംഖ്യകളുടെ തുക 92 എന്ന് കിട്ടി. നമുക്ക് ആ ഒഴിവാക്കിയ സംഖ്യയല്ലേ കണ്ടുപിടിക്കേണ്ടേ? അതിന് വേണ്ടിയിട്ട് ആ 5 സംഖ്യകളുടെ തുകയിൽ നിന്ന് 4 സംഖ്യകളുടെ തുക കുറച്ചാൽ പോരെ. അപ്പോൾ 100 - 92 ഈക്വൽ ടു എത്രയാണ്? 8 ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി.